ഹലോ ഗായ്സ്, പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിയാടെ യൂണിഫോം മേടിക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ചെറിയ ഓണ ഷോപ്പിങ്ങും ഉണ്ട്. എല്ലാവരും ഓൾറെഡി വണ്ടിയിൽ കയറി ഇരിപ്പുണ്ട്. ഞാനാണ് ലേറ്റായി പോയത്. ഇനി നേരത്തെ തന്നെ വന്നല്ലോ. നിയ എന്തിയേ? നിയ എവിടെ പോവാണ്? നാളെ ഓണത്തിന്റെ ഷോപ്പിങ്ങിന് പോണ്ടേ? റോഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കാ. നമ്മളെ ഇന്ത്യയുടെ കണക്കല്ല. ഇവിടെ എല്ലാവരും റൂൾസിനെ അത്രയ്ക്ക് ഇതായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കെന്ത് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലും ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പോയേനെ. റോഡിനെ കുറിച്ചും എത്രയോ അപകടങ്ങൾ കുറഞ്ഞിരുന്നേനെ. അതെ, എല്ലാരും അവരവരുടെ ട്രാക്ക് പിടിച്ച് തന്നെയും പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കേറി അങ്ങനെ ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ പോകേണ്ടവർക്ക് ലെഫ്റ്റ് ലൈൻ പിടിച്ച് അവരാ പോകുന്നത്. റൈറ്റ് സൈഡിൽ പോകേണ്ടവർക്ക് റൈറ്റ് ലൈൻ തന്നെ പിടിച്ചു പോകും. അല്ലാത്തവരെ ഇടക്കത്തെ ലൈൻ പിടിച്ചു പോകും. ഈ കാണുന്നതാണ് ബട്ടർഫ്ലൈ എക്സിറ്റ്. ശരിക്കും ഈ ഒരു എക്സിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടിയവർക്ക് ഈ എക്സിറ്റ് എടുത്ത് പോകാം, വേണ്ടാത്തവർക്ക് തടസ്സങ്ങളില്ലാതെ നേരെയും പോവാം. രണ്ടും കൂടെ ഒരു ബന്ധവുമില്ല. എക്സിറ്റ് എടുത്ത് നമുക്ക് നമ്മുടെ ലൈനിൽ കൂടെ പിടിച്ച് തന്നെ പോകാം. ഒരു റൗണ്ടാണ്, ശരിക്കും ഒരു ബട്ടർഫ്ലൈ മോഡലാണ്. അതിന്റെ ഗൂഗിൾ ഇമേജസും എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ഇടാം. കറങ്ങി വന്ന് നമുക്ക് പോകേണ്ട ലൈനിലോട്ട് നമ്മൾ മെർജ് ചെയ്യും. ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്പീഡ് നമ്മൾ ഫോളോ ചെയ്യുക, റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുക, അത്ര മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. ആ കാണുന്നതാണ് ടൊയോട്ടോയുടെ ഷോറൂമാണ്. എന്ത് മനോഹരമായിട്ടുണ്ട്. അതിന്റെ പരസ്യം, ക്യാമറിയുടെ പരസ്യമാണ് അതേ കാണിക്കുന്നത്. രണ്ട് വണ്ടിയുടെ പരസ്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, FJ ക്രൂസറും ക്യാമറിയും. ടൈലറിന്റെ അടുത്ത് എത്തി. നിയ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് യൂണിഫോം അവരുടെ സൈസിലൊരെണ്ണം എടുക്കണം. പിന്നെ എക്സ്ട്രാ ഇച്ചിരി വലുതുണ്ട്, അതൊന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാം. നിയ ശരിക്കും നല്ലോണം എക്സൈറ്റഡ് ആണ്. കാരണം പുതിയ യൂണിഫോം, ആദ്യമായിട്ട് യൂണിഫോം ഇടാനുള്ള ഒരു ഭാഗ്യവും എല്ലാം കൂടെ കിട്ടിയതല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് ചായ കുടിച്ചില്ലെന്ന് തോന്നിയത്. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ കയറിയതാ നമ്മുടെ ഷാബിയിലുള്ള ഒരു ടീ പോയിന്റ് റെസ്റ്റോറൻറ്റിൽ. അവിടെ എത്തിയപ്പോഴാണ് സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എന്താണ് നമ്മൾ മേടിച്ചത്? ഏത്തക്ക സ്ലൈസ്. നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണെന്ന്. ഇത് പഴം സ്ലൈസ് ആണ്. ഏത്തക്ക പുഴുങ്ങിയത് സ്ലൈസ് ആക്കിയിട്ട് തേങ്ങ, അവല് എല്ലാം കൂടെ, ശർക്കരയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു പോർഷൻ ആണിത്. സിനി, എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എന്താ അഭിപ്രായം? അഭിപ്രായം കൊള്ളാം. അധികം മധുരം ഒന്നുമില്ല. മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ നല്ല പറ്റിയ സ്നാക്ക് ഐറ്റമാണ്. കാരണം ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള മധുരം ഏത്തക്ക പുഴുങ്ങിയതാണ്. അവല്, പിന്നെ റേസിൻസ്, കാഷ്യൂ ഒക്കെ നല്ല ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഒക്കെയാണ്. ക്രഞ്ചി ആണല്ലേ? ക്രഞ്ചി, നല്ല ക്രഞ്ചി. അവല് ആക്ച്വലി എനിക്കൊന്നും ഇരുന്ന് ഉണങ്ങെന്ന് പറയത്തില്ലേ, ഇതായി പോയതാ. അല്ലെങ്കിൽ അത് അന്നേരം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ല അവലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും ആ ചൂടോടെ ഏത്തക്ക പുഴുങ്ങിയതായിട്ട്. എനിക്കൊന്ന് സിനി ഇത് വീട്ടിലും ഉണ്ടാക്കാൻ തോന്നുന്നു. വീട്ടിലുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ നാളെ നമുക്ക്, നാളെ ഓണമാണല്ലോ, മറ്റന്നാളെ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് മോളിലെത്തി. അകത്തെ വിശേഷങ്ങൾ, അവരകത്തോട്ട് പോയിട്ടുണ്ട്. അകത്തെ വിശേഷങ്ങൾ ചെന്നിട്ട് കാണിക്കാം. പപ്പടങ്ങളുടെ ഒരു ഹോൾസെയിൽ ഹബിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പപ്പടം എടുത്തുകൊണ്ടിരിക്കുകയാണ്.
പപ്പടത്തിൻ്റെ വില നിങ്ങൾക്ക് കാണാതിരിക്കും. 1.4 1.75 ദറംസാണ്, 1.59 ദറംസാണ്. ഗുജറാത്തിലൊക്കെ കിട്ടുന്ന വലിയ പപ്പടമുണ്ട്. ഇത് പഞ്ചാബി സിന്ധി പാപ്പടാണ്. ഇത് ഇച്ചിരൂട് മസാല എരിവ് ഒക്കെ കാണും. പായസത്തിൻ്റെ റെഡി മിക്സ് ആണിത്. ഒരു 4 to 3.90 ദറംസോളം വരും. അങ്ങനെ ശരിക്കും ഓണത്തിൻ്റെ ടേബിളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. എല്ലായിടത്തും വേറെ വേറെ എള്ളുണ്ടയും ശർക്കര വരട്ടിയും ഉപ്പേരിയും ചിപ്സും കായവും അടപ്രഥനും എല്ലാം ഉണ്ട്. കാണുന്നത് ഈജിപ്തിലെ ഗ്രേപ്സ് ആണ്. 4-5 ദറംസോളമാണ്. നല്ല ശ്രീലങ്കൻ കരിക്കിരിപ്പുണ്ട്. ശ്രീലങ്കനാണ് കരിക്ക്. ചെറിയ ഉള്ളി, ജിഞ്ചർ തന്നെ 2 തരത്തിലുണ്ട്. ചെറുതുണ്ട്, ഇച്ചിരൂട് വലുതുണ്ട്. ഡ്രം സ്റ്റിക്സ് എല്ലാത്തിൻ്റെ റേറ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഈ തരത്തിലൊരു പ്ലം ആണ്. ഇന്ത്യയിലെങ്ങും കാണാത്തൊരു യെല്ലോ കളറിലുള്ള ഡേറ്റ്സ് ആണ്. കഴിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിയ ആസ് പെർ നിയാസ് റെക്കമെൻഡേഷൻ നല്ല അടിപൊളിയാണ്. അപ്പുറത്തിരിക്കുന്ന അവക്കോടയാണ്. വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി കൂടെ 6 ദറംസാണ്. 6 ദറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 100-120 രൂപയോളം വരും. കൂടുതലും ചൈനയാണെന്ന് തോന്നുന്നു. ഏതായാലും വാഴയില നോക്കിയിട്ട് കിട്ടുന്നില്ല, തീർന്നു പോയി. അപ്പം പ്ലാസ്റ്റിക് വാഴയില ഉണ്ടല്ലോ, അതുണ്ടെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ യൂസ് ആൻഡ് ത്രോ യൂസ് ചെയ്യേണ്ടി വരും. ഇതെന്തിനാ നീയ? ഇതെന്തിനാന്ന് എടുത്താൽ എന്തോ ഇത് ഭയങ്കര പ്രൈസാ. ഓണത്തിന് ആരും ഇത് കഴിക്കത്തില്ല. അങ്ങനെ ഓണത്തിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നീയുടെ സ്കൂൾ യൂണിഫോമിൻ്റെ ഷൂസ് മേടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. നീ ആ ബ്ലാക്കിൽ തന്നെ കളർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്താ മോനെ നോക്കുന്നത്? പ്രൈസ് നോക്കുക. നീയാ ഇഷ്ടപ്പെട്ട മോനെ? ഇട്ട് നോക്കുവാണോ? നീ നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് മോനെ. നമ്മൾ സ്കൂൾ യൂണിഫോം മേടിക്കുന്നത്. സ്കൂൾ യൂണിഫോമിനകത്ത് എങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ മേടിക്കുന്നത്? നീയാ ഷൂസ് എങ്ങനെയുണ്ട്? ഷൂസ് എങ്ങനെയുണ്ട്? എന്ത് പറ്റി? ഹെവിയോ? ഷൂസ് എങ്ങനെ ഹെവി ആയത്? ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഷോപ്പിംഗ് ഏതാണ്ടൊക്കെ തീർന്നു. ഓണത്തിൻ്റെയും ഷോപ്പിംഗ് ഏതാണ്ടൊക്കെ തീർന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും അടുത്ത വ്ളോഗുമായി വീണ്ടും വരുന്നോളം സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. ബൈ, ടേക്ക് കെയർ.